മാഷ് ഇക്കൊല്ലം പന്തികേടാണോ? ചുമട്ടുകാരൻ പറയുകയാണ്. ഓ, രവി മൂളി. കഴിഞ്ഞൊല്ലം രാസ്തിയായിട്ടും പോയി. ഏതാണ്ട് 3 നാഴിക നടന്നിരിക്കണം. ഇനിയും അത്ര തന്നെ വഴിയുണ്ടെന്നു കാരണവർ പറയുന്നു. സാമാന്യം ഉയരമുള്ള ഒരു മേട്ടിലാണ് അവരിപ്പോൾ. പുറകിൽ അകലത്തായി കൂമൻകാവിലെ മേൽപ്പുരകൾ കാണാം. മാവുകളുടെ പന്തലിപ്പും കാണാം. അവയ്ക്ക് മുകളിൽ ചെമ്മണ്ണുയർന്നു. ബസ് പാലക്കാട്ടേക്ക് തിരിച്ചു പോവുകയായിരുന്നു. ചെമ്മണ്ണ് വീണ്ടും ശമിക്കുന്നതുവരെ രവി അത് നോക്കി നിന്നു. തളർന്നോ? കാരണവർ ചോദിച്ചു. ഇല്ല, എന്തോ നനച്ചു നിന്നൂലേ? ഓ, ഒന്നുമില്ല. കാരണവർ ചിരിച്ചു. എന്നാ നടക്കും കൂട്ടി വീണ്ടും ഇറക്കമാണ്. അതു കഴിഞ്ഞാൽ ഒരു പറമ്പും പാടങ്ങളും നിറയെ കരിമ്പനകൾ ഉച്ച തിരിഞ്ഞിരുന്നു. കാറ്റ് വീശാൻ തുടങ്ങി. ചുരം കടന്ന് പാലക്കാടൻ കരിമ്പന കാടുകളിലേക്ക് വീശുന്ന കിഴക്കൻ കാറ്റാണത്. വളരെ ഉയരത്തിൽ ഒരു പക്ഷി ചൂളം വിളിച്ചു. കാരണവർ ചെവിയോർത്തു. ഇന്നോ നാളെയോ മാഷ പെയ്യും, അയാൾ പറഞ്ഞു. മഴ വരാനിരിക്കുമ്പോഴാണ് മണിയൻ ചൂളമിടുക. മഴയെ പറ്റിയാണ് സംസാരം. ഒന്ന് മൂളിക്കൊടുത്താൽ മതി. കാരണവർ ഉത്സാഹത്തോടെ പറഞ്ഞുകൊള്ളും. മഴ മനുഷ്യനെ കരക്കാതിരിക്കുന്ന കാലമുണ്ടായിട്ടില്ല. അതല്ലേ കുട്ടി ഈ മായ. രവിക്ക് പെട്ടെന്ന് തന്റെ കാവ്യമുണ്ടിന്റെ കാര്യം ഓർമ്മ വന്നു. വിദഗ്ധാഭിപ്രായം ആവശ്യപ്പെടുകയാണ് കാരണവർ. വേദാന്തം ഇത്തിരി പ്രയോഗിച്ചാൽ എന്തെന്ന് രവിക്കും തോന്നാതെ അല്ല. പക്ഷേ വേണ്ടെന്ന് വെച്ചു. വയ്യ, ക്ഷീണമാണ്. എങ്ങനെയെങ്കിലും നടന്ന് സങ്കേതമണയട്ടെ. ചോദ്യത്തിന് രവി മറുപടി പറഞ്ഞു. മായേന്നി അന്ന് വെച്ചോളൂ. മറുപടി കാരണവരെ നിരാശപ്പെടുത്തി. എങ്കിലും കാരണവർ തുടർന്നു. മലമ്പോഷ അണ കെട്ടി വെള്ളം തിരിക്കുന്നൊക്കെ പറയുന്നുണ്ടോ? ഇല്ലാത്ത മഴയെ പെയ്യിക്കാനും പെയ്യണ മഴയെ തടയാനോ മനുഷ്യൻ കൂട്ടിയാ കൂടിയോന്നോ കുട്ടി? നേരാ, പക്ഷേ അണ കെട്ടിയാ പിന്നെ മഴ അത്ര പെയ്യിക്കണ്ടല്ലോ. അത് പറയരുതായിരുന്നു. രസക്കയറ് പൊട്ടി. എന്തിപ്പോ? കാരണവർ പറഞ്ഞു. ആളുകൾ പറയുന്നു പുന്നപ്പാറയിലെ 2 മലകളെ കരിങ്കൽ ചുമരുകൊണ്ട് ബന്ധിക്കുമെന്ന്. കടലിലേക്ക് ഒഴുകുന്ന മലമ്പുഴ തടഞ്ഞു നിർത്തി ഖസാക്കിലേക്കും വെള്ളം തിരിക്കുമെന്ന്. കാലവർഷത്തിന്റെ ശാഠ്യം മനുഷ്യൻ തിരുത്തുമെന്ന് ധരിച്ചാൽ കണ്ടു തന്നെ അറിയണം. പോരെങ്കിൽ അങ്ങനെ ചെയ്യാമോ ആവോ? ഈശ്വരന്റെയും മനുഷ്യന്റെയും ബലാബലങ്ങളുടെ തുലനമാണിവിടെ. ഒരു ചവിട്ടടിപ്പാത കോണോട് കോണായി പാടം മുറിച്ചു കടന്നു. ദാ ഇവിടെ തന്നെ, കാരണവർ പറഞ്ഞു. അവരുടെ മുൻപിൽ ഇടതിങ്ങി വളർന്ന ഒരു മരക്കുടിലായിരുന്നു. അതിന്റെ വിടവുകളിലൂടെ മഞ്ഞയും തവിട്ടും ചുവപ്പുമായി മേൽപ്പുരകൾ കാണാമായിരുന്നു. വെയിലിനെ മങ്ങിച്ച ഒരു മേഘം നീങ്ങിയപ്പോൾ നിറങ്ങൾ തെളിഞ്ഞു. ചവിട്ടടിപ്പാതകൾ നാട്ടുകാര്യസ്ഥന്മാരെ പോലെ 4 ഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. തോട്ടുവക്കത്ത് മേഞ്ഞു നടന്നൊരു കരിമ്പോത്ത് കൊമ്പുകൾ എടുത്തു പിടിച്ച് രവിയെ നോക്കി മുക്രയിട്ടു. മരക്കുടിലിനകത്തു നിന്ന് ആരോ നീളത്തിൽ ഈണത്തിൽ വിളിച്ചു. ഖദീസ, ഖദീസോ. ഖസാക്കിന് പുറകിലുയർന്ന ചെതലി മലയുടെ വാരികളിൽ കാട്ടുതേനിന്റെ വലിയ തവിട്ട് പാടുകൾ രവി കണ്ടു. ചെതലി മലയെ തുടർന്നങ്ങോട്ട് കിഴക്കൻ മലകളാണ്. ചവറ്റിലെ കിളികൾ, മണിപ്രാവുകൾ, വണ്ണാത്തിപ്പുള്ളുകൾ എന്തെല്ലാമോ കുറുകുന്നു. ഒരു ദേവിയാൻ പാമ്പ് വഴി മുറിച്ച് കാരപ്പൊന്തയിലേക്ക് കേറി. ദൂരെ എവിടെയോ കാക്കകൾ ടെറോഡാക്ടൈലുകളെ പോലെ വെയിലിന്റെ സ്ഫടികമാനത്തിലേക്കും നിലവിളിച്ചു പൊങ്ങി. ദേവാരത്ത് ശിവരാമൻ നായരുടെ ചെറിയൊരു ഞാറ്റുപുരയിലായിരുന്നു ഏകാധ്യാപക വിദ്യാലയം. 2 മുറി, വരാന്ത, പുറകിൽ താഴ്വാരം. വാതിൽ തുറന്നപ്പോൾ മണ്ണിന്റെയും നെല്ലിന്റെയും മണം വന്നു. 4-5 ബെഞ്ചുകൾ, കസേര, മേശ, ബോർഡ്, ഗാന്ധിജിയുടെയും ഹിറ്റ്ലറുടെയും ഹനുമൽ പാദരുടെയും വർണ്ണപ്പടങ്ങൾ. ഇതൊക്കെ ശിവരാമൻ നായരുടെ സംഭാവനകളായി കാലേ കൂട്ടി കരുതി വെച്ചിരുന്നു. സ്കൂൾ അങ്ങോട്ട് തുടങ്ങട്ടെ മാഷെ, ശിവരാമൻ നായർ പറഞ്ഞു. പിന്നെ നമുക്ക് സർവവും സൗകര്യാക്കാം. രവി ഒന്ന് മൂളുക മാത്രം ചെയ്തു. മാഷ്ക്ക് ഇവിടെ തന്നെ പാർക്കാം. നോംടെ വീട്ടിലേക്ക് വിളിക്കുവാടുന്നു ഞാൻ. പക്ഷേ നല്ല കാര്യമായി ശിവരാമൻ നായരെ. ഈ ചെയ്തതൊക്കെ ധാരാളായി. നമോ നമ. നമ്മളാൽ കഴിയുന്നത്. 2 ഗോമാങ്ങ, നനഞ്ഞു പരന്ന 4 ഇഡ്ലി, മുളക് പൊടി, എരുമപ്പാലിലൊഴിച്ചു കൊഴുപ്പിച്ച കാപ്പി, ഒരു കൂജ നിറയെ. ഇത്രയും വെച്ചാണ് ശിവരാമൻ നായർ തിരിച്ചു പോയത്. വിശക്കുന്നുണ്ടായിരുന്നു. അത് കാരണം നല്ല രുചി തോന്നി. സ്കൂളിന് ചുറ്റും 10-15 കുട്ടികൾ വട്ടം തട്ടി നിന്നു. കുട്ടികളെ തിരിച്ചു വിളിക്കാൻ
ചോദിക്കാനെന്ന ഭാവത്തിൽ കുറെ പെണ്ണുങ്ങളും അവിടെ വന്നു നിൽപ്പായി. വലിയ ചുണ്ടുകളും പതിഞ്ഞ മൂക്കുള്ള ഒരെണ്ണമയിലി, വാല് വെച്ച് കണ്ണെഴുതിയ ഒരു മധ്യവയസ്ക, തുടകൾ പറ്റി കാണുവോളം ചേല മടക്കി കുത്തി കുഞ്ഞിനെ മുല കൊടുത്തുകൊണ്ട് നിന്ന ഒരു ചെട്ടിച്ചി. അപ്പോഴാണ് ആ കുള്ളനായ കുതിരത്തലയനെ രവി കണ്ടത്. കുട്ടിയോ മുതിർന്ന മനുഷ്യനോ എന്ന് നിർണയിക്കാൻ വയ്യ. ഒരു പച്ചത്തുമ്പിയെ നൂലിൽ കെട്ടിപ്പറപ്പിച്ചുകൊണ്ട് അവൻ കുട്ടികളുടെ നടുവിൽ നിന്നു. കുട്ടികൾ അവനെ പതുക്കെ രവിയുടെ നേർക്കു തള്ളിവിടുകയാണ്. അത്രയും പെട്ടെന്ന് സഖ്യം സ്ഥാപിക്കേണ്ടെന്ന് രവി നിശ്ചയിച്ചിരുന്നു. എങ്കിലും മുഖം അറിയേണ്ടെന്നു കരുതി ചോദിച്ചു, എന്താ പേര്? പറയട കിളിയെ, കുട്ടികൾ പ്രോത്സാഹിപ്പിച്ചു. മങ്ങിയ പിത്തച്ചിരിയോടെ അവൻ പറഞ്ഞു, അപ്പുക്കിളി. അപ്പുക്കിളിയോ? തന്നെ സർ, കുട്ടികൾ പറഞ്ഞു. കൊഞ്ഞനാണ് സർ, എട്ടുകാലിപ്രാന്തനാണ് സർ. ശരി, രവി പറഞ്ഞു. ഇപ്പോ പോവാ, അടുത്ത തിങ്കളാഴ്ച എല്ലാരും വരില്ലേ? ചിലമ്പ് കിലുക്കും പോലെ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ഓ സാർ, ഇത്തിരി സ്വരം മാറ്റി പറയേണ്ടി വന്നു. ആ, ഇപ്പോ എല്ലാവരും പൂവിൻ. ക്ഷീണവും നീരസവുമുണ്ട്. കുറച്ചൊന്ന് തനിച്ചിരുന്നാൽ കൊള്ളാമായിരുന്നെന്നു തോന്നി. കുട്ടികളും പിന്നെയും ഇത്തിരി കഴിഞ്ഞ് പെണ്ണുങ്ങളും പോയി കഴിഞ്ഞപ്പോൾ രവി പെട്ടി തുറന്ന സാധനങ്ങൾ ഒരുക്കി വെക്കാൻ വട്ടം കൂട്ടി. ജനലപ്പടിയിലെ കൂരകളെ പായിച്ച് അവിടെ പത്രം വിരിച്ച് വെടുപ്പാക്കി. ഭഗവത്ഗീത, പ്രിൻസ് തിരുവൻകുളം, റിൽക്കെ, മുട്ടത്ത് വർക്കി, ബോധലെയർ, അങ്ങനെ കയ്യിലിരിപ്പുണ്ടായിരുന്ന ഏതാനും പുസ്തകങ്ങൾ അതിന്മേൽ അടക്കി വെച്ചു. പിന്നെ ടൂത്ത് ബ്രഷ്, ഷേവിംഗ് സെറ്റ് തുടങ്ങിയ ശൃംഖലകൾക്കത്രയും സ്ഥലം കണ്ടുപിടിക്കലായി. എന്നിട്ട് മൂരി നിവർന്ന് കസേലയിലേക്ക് ചാഞ്ഞു. കാൽവണ്ണയും അരക്കെട്ടും നോവുന്നു. വിശ്രമിക്കണം. കണ്ണടച്ച് കൈപ്പടം പതുക്കെ പതുക്കെ നെറ്റിയിൽ ചേർത്ത് കുളിക്കാൻ തോട്ടിലേക്ക് തിരിച്ചപ്പോൾ നേരം താണിരുന്നു. ഇത്തിരി ചൂട് പൊടിഞ്ഞ പാറകൾ ചവിട്ടിയിറങ്ങി അയാൾ നടന്നു. താഴത്തെ കടവിൽ രണ്ട് ഉമ്മമാർ കുളിച്ചു നിൽപ്പാണ്. മുലയും അരയും മറയാൻ മാത്രം ഞാത്തിക്കെട്ടിയ കാച്ചിക്കീറുകൾ കാറ്റത്തു സ്ഥാനം പിഴച്ചു കൊണ്ടിരുന്നു. അന്ത്യവെളിച്ചത്തിൽ അവരുടെ ചുമലുകളും തുടകളും കറുത്തു. അലസമായി അങ്ങോട്ടു നോക്കി അയാൾ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. ഉമ്മമാർ ചേര ചുറ്റി കടവ് കയറിയപ്പോൾ രവി തനിച്ചായി. ഇളം ചൂടുള്ള വെള്ളം. തോട്ടിൽ നിന്ന് കേറാൻ തോന്നിയില്ല. തോടിനും സ്കൂളിനും ഇടയ്ക്ക് തെല്ലൊരറ്റത്തേക്ക് മാറി. സ്ഥൂലവും ജീർണവുമായൊരു പള്ളി കൈയും കാലും കുത്തി നിന്നു. തോടിനക്കരെ പാടങ്ങളാണ്. ഒരു താമരക്കുളം. വീണ്ടും പരന്ന പാടങ്ങൾ. അതിനപ്പുറത്ത് സന്ധ്യയുടെ സിന്ദൂരക്കുറി. അവിടെയാണ് നഗരം കിടന്നത്. നീരൊഴുക്കിൽ രവി ഒന്ന് തിരിഞ്ഞിരുന്നു. അയാൾ സ്കൂളിലേക്കും ഖസാക്കിലേക്കും നോക്കി. ഖസാക്കിന് പുറകിൽ ചെതലിമല ഇരുണ്ടു കഴിഞ്ഞിരുന്നു. രവി ഒരുപാട് നേരം വെള്ളത്തിൽ ആഴ്ന്നു കിടന്നു.